ഇമ്രാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായി. SMA എന്ന് പറഞ്ഞ അസുഖത്തിന് വേണ്ടിയിട്ട് 18 കോടി രൂപയുടെ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നു. എന്തുകൊണ്ടാണ് ഇത്രയും അധികം കോസ്റ്റ് ഇതിന് വരുന്നത്? ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ജീൻ തെറാപ്പിന്റെ ഒക്കെ വളരെ ഫീൽഡ് തുടങ്ങിയിട്ടുള്ളൂ. ഓണസ്റ്റ്ലി ഐസർ തന്നെയായിരുന്നു എല്ലാത്തിന്റെയും ബേസ്. നമ്മൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് ഇവിടെ ജീനോമിക്സിന്റെ സ്പേസിൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെയിം വരും. പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി പോപ്പുലർ ടു ദാറ്റ് പാരന്റ്. ആ പാരന്റിന് അത് അറിയില്ലായിരിക്കും. ഐസർ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുമാരാണ് ഐസറിൽ പ്രൊഫസേഴ്സ് ആയിട്ട് വരുന്നത്. +1 +2 ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഭയങ്കരമായിട്ട് ക്ലിയർ ആകും. അപ്പൊ ക്ലിയർ ആവുന്നത് പിന്നെ മൊത്തത്തിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ +1 പഠിച്ച ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പറയാം. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ചേരുന്നത് ഐസറിൽ നിന്നും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് PhDയും ചെയ്തതിനു ശേഷം ഇപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖാനിം ഫാജിഷ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം നമ്മളുടെ ഷോയിലേക്ക്. സോ ഖാനിം ക, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. അപ്പോൾ ഖാനിം ക ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയത് ഐസർ തിരുവനന്തപുരത്താണ് അല്ലേ? ഇപ്പം ഒരു ഇനീഷ്യൽ ബാച്ചിലൊക്കെയാണ് ഖാനിം ക പഠിച്ചിട്ടുള്ളത്. 2022 ഐസറിൽ ജോയിൻ ചെയ്തത്. അപ്പം ആ ഒരു കാലത്ത് ഐസർ പോലെയുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലേക്ക് പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് റിസർച്ച് നല്ല താല്പര്യമായിരുന്നു പഠിക്കുന്ന കാലം തൊട്ടേ. അപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ ജെനറ്റിക്സ് ഒക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നല്ല നല്ല സാറന്മാർ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ വരും ആ ഒരു ഫീൽഡിനോട്. അപ്പം അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് പഠിക്കുന്നത് ബേസിക്കലി നല്ല ഇഷ്ടമായിരുന്നു. പഠിക്കുന്നത്, പേപ്പറുകൾ വായിക്കുന്നത്, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിംഗ് തൊട്ട് തന്നെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇഷ്ടമുള്ള ഒരാള് അപ്പൊ അതന്നെ ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്ത. അപ്പൊ റിസർച്ച്, ടീച്ചിങ്, എഡ്യൂക്കേഷൻ ആ ഒരു താല്പര്യം വന്നുകൊണ്ട് പിന്നെ അത് പെർസ്യൂ ചെയ്യാൻ പറ്റിയൊരു ലോഞ്ചിങ് പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നി ഐസർ ആ സമയത്ത്. എങ്ങനെയാണ് അന്ന് ഐസറിനെ ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത്? ഞാൻ 2012 ബാച്ച് ആയിരുന്നു. അപ്പോൾ +1 +2 ഞാൻ മെഡിസിൻ ഫോക്കസ് ചെയ്തിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എൻട്രൻസ് കോച്ചിങ്ങുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പഠിക്കാനാണ് താല്പര്യം. ഓക്കെ, അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഫീൽഡ് പഠിക്കുകയല്ല, ഒരു എൻറ്റയർലി ഡിഫറെന്റ് സ്കിൽ സെറ്റ് വേണ്ട ഒരു ഫീൽഡാണ്. അപ്പൊ എനിക്ക് താല്പര്യമുള്ളത് തന്നെ ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളൊരു തൃശങ്കു മൊമെന്റിലായിരുന്നു ഉണ്ടായിരുന്ന +2 ഉള്ള സമയത്ത്. അപ്പോഴാണ് നമ്മളൊരു ഫാമിലി ഫ്രണ്ട് ഈ ഐസർ റിസർച്ച് ബേസ്ഡ് ആയിട്ട് ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഐസറുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. ആ സമയത്ത് ഐസർ കൊൽക്കട്ടയില് പഠിച്ചിരുന്ന ഒരു പ്രവീൺ ചേട്ടനുണ്ട്. പ്രവീൺ ചേട്ടന്റെ വീട്ടിലൊക്കെ പോയി അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുത്ത് അപ്പൊ നമ്മൾ നമുക്ക് ഇതായിരുന്നു വേണ്ടത് എന്നുള്ളൊരു ധാരണ അപ്പോഴേ ഉണ്ടായിരുന്നു. അത്രയും ഇന്റർനാഷണൽ കൊളാബറേഷൻസ് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസർച്ചിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത്രയൊക്കെ മതിയായിരുന്നു ആ സമയത്ത് ഐസർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഐസർ ചൂസ് ചെയ്തു, ഐസറിന് ഗ്രാജുവേറ്റഡ് ആയി. അതിനുശേഷം പിന്നീടുള്ള ഒരു ജേണി എന്തായിരുന്നു? അതായത് ഐസറിന് ശേഷം പിന്നെ എന്താണ് ഖാനിക ചെയ്തിട്ടുണ്ടായിരുന്നത്? ഐസർ ഞാൻ ഫൈനൽ ഇയർ ആവുമ്പോഴേക്ക് തന്നെ എനിക്ക് ഒരു കോൺഫറൻസിന് ഒരു ജാപ്പനീസ് പ്രൊഫസർ വന്നിട്ട് അവരുടെ വർക്ക് പ്രസന്റ് ചെയ്തു. അപ്പൊ എനിക്ക് ആ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ആ സമയം ആവുമ്പോഴൊക്കെ എനിക്ക് ആ വർക്ക് എന്താന്ന് മനസ്സിലാക്കാനും അത് കംപ്ലീറ്റ്ലി ആ വർക്കിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവരം വെച്ചത്. അതുവരെ നമ്മൾ പഠിക്കും, പേപ്പറുകൾ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒരു ഫൈനൽ ഇയർ ആയപ്പോഴും ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ചൂസ് ചെയ്തു ഈ ഒരു പ്രൊഫസറിന്റെ ലാബിൽ പോവാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഫൈനൽ ഇയർ ആയപ്പോഴേ ഈ പ്രൊഫസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ജപ്പാനിലെ ഒരു ലാബിലേക്ക് മൂവ് ചെയ്യായിരുന്നു. ഒസാക്ക യൂണിവേഴ്സിറ്റി PhDക്ക് വേണ്ടിയിട്ട് മൂവ് ചെയ്യായിരുന്നു. എന്തായിരുന്നു PhDയിൽ ഒരു വർക്ക് ആയിട്ട് വന്നിരുന്നത്? എന്ത് റിസർച്ച് ആയിരുന്നു ലാബിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ ലാബിൽ നമ്മൾ മിയോസിസ്, മൈറ്റോസിസ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഇല്ല. അതിൽ മയോസിസിന്റെ സെൽ ഡിവിഷന്റെ മോളിക്കുലാർ വർക്ക് ആയിരുന്നു ചെയ്തിട്ടുള്ളത്. അതിൽ ക്രോമാറ്റിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കൊഹസിൻ എന്ന് പറഞ്ഞൊരു റിംഗ് ഷേപ്ഡ് പ്രോട്ടീൻ ഉണ്ട് നമ്മുടെ DNA ഒരുമിച്ച് ചേർക്കുന്ന. അപ്പൊ ആ പ്രോട്ടീന്റെ റിമൂവലും അങ്ങനെ വളരെ നോവലായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഫൈൻഡിങ്സ് അവർ ഈസ്റ്റ് പോലെ ഒരു ചെറിയ ഓർഗാനിസത്തിൽ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ അത് ആ ഒരു ഫീൽഡിലായിരുന്നു എന്റെ PhD ഉണ്ടായിരുന്നത്.
ഈ ജപ്പാനിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഉം. ഹാനിംക്കാണെന്നുണ്ടെങ്കിൽ ഐസർ തിരുവനന്തപുരത്തേക്ക് ഒരുപാട് പ്രാവശ്യം വിസിറ്റ് നടത്തിയിട്ട് ഞാൻ ക്യാമ്പസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെയാണോ PhD അതോ ജപ്പാനിലാണോ എന്നുള്ളത്. അപ്പം ആ ഒരു ഈ PhD സമയത്ത് തന്നെ ഐസർ തിരുവനന്തപുരത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഒരു മോട്ടിവേഷൻ എന്താന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ ഈ ലാബിലോട്ട് പോകുമ്പോഴേ ആ ലാബും നമ്മുടെ ഐസറിലുള്ള ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ലാബും തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അവർ ക്രോസ് ആയിട്ട് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി പോയപ്പോൾ തന്നെ ലക്കിലി നമുക്കൊരു ഇനീഷ്യൽ റിസൾട്ട്, നല്ലൊരു ബിഗ് റിസൾട്ട് നമുക്ക് ജപ്പാനിൽ നിന്ന് കിട്ടി ഒരു ഫസ്റ്റ് 1 year കൊണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെക്നിക്ക് വേണം. പക്ഷെ അത് ആ ലാബ് അതിന്റെ എക്സ്പെർട്ട് അല്ലായിരുന്നു. ഐസറിലെ ലാബായിരുന്നു അതിനുള്ള നിഷാന്ത് സാർ ലാബായിരുന്നു അതിനുള്ള ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ലാബ്. പിന്നെ എനിക്ക് വേണമെങ്കിൽ ജപ്പാനിൽ തന്നെ വേറെ സിറ്റികളിൽ അതിന്റെ എക്സ്പെർട്ടൈസ് ഉള്ള ലാബ് ചേർന്ന് പോവാം. പക്ഷെ ഇത് ആൾറെഡി ഇവര് 2 ലാബ് നമ്മുടെ കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വിസിറ്റ് ചെയ്ത് നിന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ ടെക്നിക്ക് പഠിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ച് ജപ്പാനിലെ ലാബിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ഈ ടെക്നിക്ക് പഠിക്കും. ഇറ്റ് വാസ് ഓൾസോ എ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് ഓൾസോ ഫോർ മീ ആൽമ മേറ്ററിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം PhD ചെയ്യുന്നതിന്റെ ഇടയിൽ. അങ്ങനെ ഫുൾ കോവിഡ് ടൈം ഷട്ടിലിംഗ് ആയിരുന്നു. അപ്പം PhD ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാനിംഖാനെ തിരുവനന്തപുരത്ത് കണ്ടത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ജപ്പാനിലെ PhD വർക്ക് ആയിരുന്നു. അപ്പൊ അതിനുശേഷം PhD കഴിഞ്ഞു. പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? PhD ഒരു ഫൈനൽ ഇയർ ആവുമ്പോഴേ തന്നെ എനിക്കൊരു അപ്ഗ്രേഡ് ഇൻ ദ സെൻസ് ഓഫ് കുറച്ചുകൂടെ ഒരു അപ്ലൈഡ് ആയിട്ടുള്ള ഒരു ടോട്ടലി അക്കാഡമിക് ആയി പോവോ എന്നുള്ളൊരു, അക്കാഡമിക് മോശമെന്നല്ല, ടോട്ടലി അക്കാഡമിക് ആവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നപ്പോൾ ഇത് കുറച്ചുകൂടെ അപ്ലൈഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കാന്നുള്ളൊരു തോട്ട് അപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഞാൻ ഗെയിൻ ചെയ്ത എക്സ്പെർട്ടൈസ് ഉണ്ട്. അതായത് എപ്പിജെനറ്റിക്സ്, പ്രോട്ടീൻ DNA ഇന്ററാക്ഷൻസ്, അതിലൊക്കെ ഉള്ള എക്സ്പെർട്ടൈസ് PhD കാരന് കിട്ടി. അപ്പൊ PhD കാരണം പുതിയതായിട്ട് കിട്ടിയ സ്കിൽ സെറ്റ് വെച്ച് ഞാൻ അങ്ങനെ പുറത്തുള്ള ലാബുകളിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. വേർ ദേ ആർ ഡൂയിങ് മോർ അപ്ലൈഡ് സ്റ്റഫ്. അങ്ങനെയാണ് ന്യൂറോ ബയോളജി ചെയ്യുന്ന ഒരു ലാബ് പാസ്റ്ററില് പാരീസില് ഒരു ലാബ് കണ്ടു. അവരായിട്ട് സംസാരിച്ചു. അവരങ്ങോട്ട് 1-2 റൗണ്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോ പാസ്റ്ററിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യാം. യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്റ്ററിൽ ചെയ്യുന്നു പാരീസില്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്റ്ററിൽ ഇപ്പം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച്. എന്താണ് ഇപ്പം ഉള്ള റിസർച്ചിന്റെ എന്താണ് അതിന്റെ തീം എന്ന് പറയുന്നത്? എന്താണ് റിസർച്ച്? അത് നമ്മളിപ്പോ ചെയ്യുന്ന സ്റ്റെം സെൽസിലുള്ള റിസർച്ച് ആണ് ചെയ്യുന്നത്. സ്റ്റെം സെൽസ് പുറത്തുള്ള എൻവിറോൺമെന്റുമായിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിലുള്ള സ്റ്റെം സെൽസ് പുറത്ത് ഇപ്പൊ ആൽക്കഹോളിക് സ്ട്രെസ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അങ്ങനെ പല പല സ്ട്രെസ് വരുമ്പോഴേക്കും അതെങ്ങനെ ആ സ്റ്റെം സെൽസ് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു റിസർച്ച് ടീം വരുന്നത്. പലപ്പോഴും ഈ ആളുകൾക്ക് ഇതുപോലെയുള്ള റിസർച്ച് കേൾക്കുമ്പം, അതായത് നമുക്ക് ഒരു പരിധിയിലധികം കോമൺ പീപ്പിളിനോട് ഈ റിസർച്ച് എന്താന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഔട്ട്കം കാരണം ഇങ്ങനെ ഒരു റിസർച്ച് ഉണ്ടാവുന്നത് വഴി സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇതുപോലത്തെ ഒരു റിസർച്ചിന്റെ ഒരു റിസൾട്ട് കൊണ്ട് എന്ത് വ്യത്യാസമാണ് അല്ലെങ്കിൽ എന്ത് സംഭാവനയാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നത് ഹാനിംക വിശ്വസിക്കുന്നത്? അല്ല, അത് ആക്ച്വലി നമ്മുടെ പ്രൊജക്ടിന്റെ നമ്മുടെ ഗ്രാൻഡ് റൈറ്റിംഗ് സമയത്തും ഒക്കെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫൈനൽ ഗോളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോ ഫീറ്റൽ ആൽക്കഹോളിക് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് ഡ്രിങ്ക് ചെയ്യുന്ന മദേഴ്സിൽ കുട്ടികൾക്ക് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതായത് പാരന്റ് ജസ്റ്റ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പാരന്റ് ഡ്രിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ടൈമിൽ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് കാരണം ഈ കുട്ടീന്റെ ബ്രെയിനിന് ഡിഫക്റ്റ് ആയിട്ട് വരും വളരുമ്പോൾ. പക്ഷെ ഇങ്ങനെ വരുമെങ്കിലും ഇതിന്റെ കറക്റ്റ് ബയോകെമിക്കൽ മെക്കാനിസം നമുക്കറിയില്ല. ഹൗ ഡസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഓർ ഹൗ ഡസ് എ പെർട്ടിക്കുലർ ടോക്സിക് കെമിക്കൽ എഫക്ട് ദ ന്യൂറൽ സ്റ്റെം സെൽ നിഷ എന്നുള്ളൊരു സംഭവം. ആ ഒരു നമ്മുടെ ബ്രെയിനിനെയും തലച്ചോറിനെയും പുറത്തുള്ള ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ കറക്റ്റ് പാത്വേസ് ഒന്നും നോണല്ല. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് ഈ പെർട്ടിക്കുലർ സിൻഡ്രോമിനുള്ള കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇത് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്
ആൾറെഡി വന്ന ആൾക്കാർക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള സംഭവം. അപ്പൊ ഇതുപോലുള്ള റിസർച്ച് ഡയറക്ട്ലി നമ്മുടെ സമൂഹത്തിന്റെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡയറക്ട്ലി ഇതിലിപ്പോ ഒരു തെറാപ്പറ്റിക് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട്. എന്താ പറയാ, ഒരു റിസൾട്ട് വരും. അപ്പൊ ഖാനിംഖാന്റെ ഇപ്പം റിസർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖാനിംഖാൻ മോളിക്കുലർ ബയോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. ജീനോമിക്സ് ഒക്കെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം അതിലുള്ള ഒരു റിസർച്ച് കൊണ്ട് ഇപ്പം നമ്മളുടെ നാട്ടില് ഇപ്പം ഒരു 2-3 വർഷം മുന്നേ ഇമ്രാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായി. SMA എന്ന് പറഞ്ഞ അസുഖത്തിന് വേണ്ടിയിട്ട് 18 കോടി രൂപയുടെ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നു. അപ്പം പലപ്പോഴും ഈ ജീൻ തെറാപ്പി പോലെയുള്ള പുതിയ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അധികം കോസ്റ്റ് ഇതിന് വരുന്നത്? അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഈ ഇമ്രാന്റെ കേസിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വരുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അപ്പൊ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടേ ഉള്ളൂ. ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രി എന്ന് പറയാൻ പറ്റില്ല. ഒരു US പോലെ ഡെവലപ്ഡ് കൺട്രി അല്ല. അപ്പൊ ആ സമയത്ത് വളരെ റെയർ ആയിട്ടുള്ള ഈ ഡിസീസിന്റെ മരുന്ന് മൊത്തം ലോകത്ത് വാങ്ങുന്ന ആൾക്കാർ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ മരുന്നിന്റെ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ച പൈസ കമ്പനികൾ ക്ലെയിം ചെയ്യുന്നത് ഈ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു മാർഗം ഉള്ളത് എന്താണ്? പേഷ്യൻസ് ഇത് മേടിക്കുമ്പോഴല്ലേ. അപ്പൊ ഇത് റെയർ ഡിസീസ് ആണ്, വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. അപ്പൊ അത്രയും കുറച്ച് ആൾക്കാരെടുത്തുനിന്ന് ഇതിന്റെ പ്രോഫിറ്റും അതിന്റെ റിട്ടേൺസും കിട്ടുന്നുള്ളൂ. പ്രോഫിറ്റ് എന്നുള്ളതല്ല, ഇപ്പൊ നീ ഇത്രയും ജീൻ തെറാപ്പിന്റെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹൈ കോസ്റ്റ് ആണ്. അപ്പൊ ആ കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള റിട്ടേൺസ് ആ കമ്പനി റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ മാസം റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് വരില്ലേ? അത് ഭയങ്കര ഹൈ ആണ്, മില്യൺസിലും ബില്യൺസിലും വരുന്നത്. പക്ഷെ അതിന്റെ റിട്ടേൺസ് ആകെ കിട്ടുന്ന ഈ വളരെ റയർ ഡിസീസ് ഉള്ള ലോകത്തുള്ള ചുരുക്കം ചില ആൾക്കാരുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ കമ്പനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം അത് ബയാസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കമ്പനീന്റെ വാദം. ഓക്കെ, എന്നിരുന്നാലും ഐ ബിലീവ് ഇത് ആക്ച്വലി കുറെ ആൾക്കാർ ജീൻ തെറാപ്പി റിസർച്ചിലോട്ട് വരാത്തോണ്ടാണ്. കുറെ ആൾക്കാർ ജീൻ തെറാപ്പി റിസർച്ചിലോട്ട് വന്ന് ഇതിൽ കുറെ ഇന്റർവെൻഷൻസ് ഇനിയും ചെയ്യാം. ഇപ്പൊ ജീൻ തെറാപ്പി ഒക്കെ മോസ്റ്റ്ലി ചെയ്യുന്നത് പുറത്തോട്ട് എടുത്തിട്ടാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് കോശങ്ങൾ എടുത്ത് അത് പുറത്ത് വെച്ച് ക്രിസ്പർ കാസ്മേനൊക്കെ പല ജീൻ എഡിറ്റിംഗ് ടെക്നോളജി വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് അത് പ്രശ്നമില്ലാതാക്കി അത് തിരിച്ച് ബോഡിയിൽ കയറ്റുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതിനൊരു എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം ഇൻവിവ ആയിട്ടൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരാളുടെ ബോഡിയിൽ വെച്ച് തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടുപിടുത്തം വന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു ജനറൽ സ്ക്രീനിങ് പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഓരോ ജീന് വരുമ്പോൾ ആ ജീന് മാത്രം മാറ്റി കൊടുക്കുന്ന രീതിയിലൊരു അങ്ങനെ കുറെ കണ്ടുപിടുത്തങ്ങൾ ജീൻ തെറാപ്പി ഫീൽഡിൽ മിസ്സിംഗ് ആണ്. ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ജീൻ തെറാപ്പിന്റെ ഒക്കെ വളരെ ഫീൽഡ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ തുടങ്ങുമ്പോ നമുക്ക് അത്രയും കാശ് കൊടുത്തിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ഇതിൽ കുറെ കണ്ടുപിടുത്തങ്ങൾ വന്ന് കുറെ ആൾക്കാർ വന്ന് കുറെ ബ്രേക്ക് ത്രൂ നടന്ന് വരുമ്പോ ഇപ്പൊ സീക്വൻസിങ്ങിന്റെ ഒക്കെ കോസ്റ്റ് ഇനീഷ്യലി ഭയങ്കര ഹൈ ആണ്. അപ്പോ ഇതിലൊരു വലിയ ഗ്യാപ്പ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോ. പിന്നെ ഇതൊക്കെ ഈ കുത്തകകൾ എന്ന് പറഞ്ഞ വലിയ കമ്പനികൾക്ക് മാത്രമേ ഇങ്ങനത്തെ റിസർച്ച് ചെയ്യാനുള്ള പൊട്ടൻഷ്യലും ഉള്ളൂ. ഇത്ര റിസർച്ച് ചെയ്യാൻ പൊട്ടൻഷ്യൽ അത്രയും കോടിയുള്ളവർക്കല്ലേ ഇതിന്റെ റിസർച്ച് ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ് ഈ റിസർച്ച് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെയൊക്കെ കോസ്റ്റ് കുറഞ്ഞു വരും. ഉറപ്പായിട്ടും കുറഞ്ഞു വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മൊത്തം ജീൻ ഇപ്പോ നാച്ചുറൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മൊത്തം ജീൻ എഡിറ്റിംഗ് പരിപാടിയെ നിർത്തേണ്ട അവസ്ഥ വരികയാണ്. കാര്യം US അവർക്ക് അങ്ങനത്തെ റെഗുലേഷൻസ് ഇല്ല. ഇതിനൊരു ടോപ്പ് കട്ട് ഇല്ല. ഒരു മരുന്നിന് എത്ര ഹൈ വേണമെങ്കിലും പ്രൈസ് വെക്കാം. മറിച്ച് ആ മരുന്ന് യൂറോപ്പിൽ മാർക്കറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്കൊരു ടോപ്പ് കട്ട് ഉള്ള രാജ്യങ്ങളുണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും എത്തിക്കൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗവൺമെന്റിന് ഒരു മാക്സിമം എത്ര ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്യാപ് ഇതുണ്ട്. അപ്പൊ അവർക്ക് ഈ മരുന്ന് ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഗവൺമെന്റ് റിസർച്ച് ഫണ്ടിങ്ങുകളിൽ ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങിൽ എന്ത് വരുന്നില്ല, ജീൻ തെറാപ്പിന്റെ റിസർച്ച് വരുന്നില്ല. ഓൺലി ഫോർ ദ റീസൺ ദാറ്റ് ഇത്രയും വലിയ കാര്യം നമുക്ക് എന്നല്ല ഏത് ഡെവലപ്ഡ് കൺട്രിക്കും ഒരു ഗവൺമെന്റ് ഫണ്ടിങ്ങിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ റെയർ ആയിട്ട് ഇപ്പൊ അവിടെയും ഇവിടെയും കൊളാബറേഷൻസ് ഒക്കെ ആയിട്ട് കുറെ റിസർച്ച് നടക്കുന്നുണ്ട്. സോ അൺലെസ് ആൻഡ് അണ്ടിൽ ദ കോസ്റ്റ് ഇസ് കട്ട് ആൻഡ് മോർ പീപ്പിൾ കം ഇൻ, ഇതിനൊരു മുന്നോട്ട് പോക്ക് തന്നെ അല്ല. ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ഇത് ചെയ്യുന്നവരുടെയും കൂടെ പ്രശ്നമാണ് ഇതിന്റെ ഒരു
പ്രൈസിങ് എന്നുള്ളത്. ഇപ്പൊ ഗ്രാജുവേഷന് ശേഷം PhD അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഒക്കെ ചെയ്യാണ്. ഇപ്പൊ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് നോക്കുകയാണെങ്കിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇതുപോലെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ഐസറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്? ഹോണസ്റ്റ്ലി ഐസർ തന്നെയായിരുന്നു എല്ലാത്തിന്റെയും ബേസ്, എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് ഐസർ തന്നെയായിരുന്നു. നമ്മൾ +1 +2 വരുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് പോസിബിലിറ്റീസ് തുറന്നു വന്ന, ലൈക്ക് യു ക്യാൻ ഡു റിസർച്ച് ഓൺ ജെനറ്റിക്സ്, യു ക്യാൻ ഡു റിസർച്ച് ഓൺ ഡാറ്റ അനാലിസിസ് ഇഫ് യു വാണ്ട്. അത്രയും ഒരു പോസിബിലിറ്റീസ് തുറന്നു വന്ന, അത്രയും ഫ്രീ ആയിട്ട് നമ്മുടെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ പഠിപ്പിച്ച ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ഐസർ. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ കണക്ഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഉണ്ടാക്കിയ കണക്ഷൻ പോലും ഇപ്പൊ ഹെൽപ്ഫുൾ ആണ്. കാര്യം അവര് ഗ്ലോബലി പല പല ലൊക്കേഷനിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണക്ഷൻ വൈസും നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്ന വൈസും പിന്നെന്താ പറയാ, മൊത്തത്തില് ഐസറിന്ന് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നത്. ഇപ്പൊ ജപ്പാൻ ആണെങ്കിലും പാരീസ് ആണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതെന്ന് ഐ സ്ട്രോങ്ലി ബിലീവ്. അപ്പൊ ഒരു ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഐസർ തന്നെയാണ്. ഇപ്പൊ നമ്മള് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോ താഴെ ഒരു ബേസ് ക്യാമ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു റിസർച്ച് ജേർണിയിലുള്ള ഒരു ബേസ് ക്യാമ്പ് ഐസർ തന്നെയാണ്. ഇപ്പം ഖാനിംക പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ കൊളാബറേഷൻ പറഞ്ഞു, നെറ്റ്വർക്കിംഗ് പറഞ്ഞു. ഇപ്പൊ ഈ റിസർച്ച് എന്ന് പറഞ്ഞ ഈ ഫീൽഡിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കൊളാബറേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് കൊളാബറേഷൻസും നെറ്റ്വർക്കിങ്ങും. കാര്യം അത് ആക്ച്വലി ആരും അങ്ങനെ തിരിച്ചറിയുന്നില്ല, ലൈക്ക് ഹൗ ഇമ്പോർട്ടന്റ് ദാറ്റ് ഇസ്. ലൈക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ജനറലി ആസ്ക് യു ടു ഷട്ട് അപ്പ് ആൻഡ് ലേൺ ആൻഡ് നോട്ട് ടോക്ക്. മനസ്സിലായോ? ക്ലാസ്സിൽ സംസാരിക്കുന്നവരുടെ പേരാണ് എഴുതുക. പക്ഷെ ശരിക്കും നമ്മൾ സംസാരിക്കണം, നമ്മുടെ റിസർച്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം, ആൾക്കാർക്ക് സംഭവം ഷെയർ ചെയ്യണം. സയൻസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് ഇസ് സയൻസ് നോട്ട് ഡൺ. അപ്പോൾ പുറത്തുള്ള ആൾക്കാരോട് നമ്മൾ റിസർച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ കൊളീഗ്സിനോട് അവരുടെ റിസർച്ച് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് പോസിബിൾ കൊളാബറേഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ഭാവിയിൽ നെക്സ്റ്റ് ജോബിൽ ലാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലാബിൽ ലാൻഡ് ചെയ്യാനോ ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ യു ഹാവ് ടു സ്പീക്ക് അബൌട്ട് വാട്ട് യു ലവ്. ആൻഡ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റിസർച്ച് ഫീൽഡിൽ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക്. ഖാനിംകന്റെ PhD ചെയ്തത് ഒസാക്ക യൂണിവേഴ്സിറ്റിയിലാണ്, ജപ്പാനിലാണ്. പക്ഷെ ഇപ്പൊ പോസ്റ്റ് ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിലാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കൾച്ചറൽ ഡിഫറൻസും അല്ലെങ്കിൽ വർക്ക് കൾച്ചറും ഒക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കുന്നതാണ്. എന്താണ് ആക്ച്വലി ഫ്രാൻസിൽ വർക്ക് ചെയ്യുന്നതും അതുപോലെ ജപ്പാനിൽ വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നിയിട്ടില്ലേ? രണ്ടും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രിയാണ്. ജപ്പാൻ എന്ന് പറഞ്ഞാലും ഫ്രാൻസ് എന്ന് പറഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള സൊസൈറ്റീന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും നമ്മൾ റിസർച്ച് ലാബ് നോക്കുമ്പോൾ ആ റിസർച്ച് ലാബിൽ മോസ്റ്റ്ലി ഇംഗ്ലീഷ് ആയിരിക്കും മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ ആ റിസർച്ച് ലാബിലുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി യൂണിഫോം ആണ് വേൾഡ് വൈഡ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല. ലൈക്ക് ഇംഗ്ലീഷ് ആണ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ജപ്പാനിലാണെങ്കിലും അങ്ങനെ ജപ്പാനീസ് അറിയണ്ട, ഫ്രാൻസിലാണെങ്കിലും അങ്ങനെ ഫ്രഞ്ച് അറിയണ്ട, ഓഫ്കോഴ്സ് ലാബിനകത്ത്. അങ്ങനെ നോക്കുമ്പോൾ ഡിഫറൻസ് ഇല്ലെങ്കിലും വർക്ക് കൾച്ചറിലൊക്കെ നല്ല വ്യത്യാസം. ആ ഒരു സിസ്റ്റത്തിലുള്ള വർക്ക് കൾച്ചറിന്റെ ഡിഫറൻസ് ഉറപ്പായിട്ടും ആ ഒരു റിസർച്ച് ലാബിൽ റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജപ്പാനിൽ കണ്ടിന്യൂസ് ആയിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ വർക്ക് ചെയ്യുക, ഒരുപാട് ഡാറ്റ അക്യുമുലേറ്റ് ചെയ്യുക, ആ ഡാറ്റ ഫുൾ അനലൈസ് ചെയ്യുക, വീണ്ടും അടുത്ത എക്സ്പെരിമെന്റ് അങ്ങനെ ഒരു എന്താ പറയാ കുറച്ചുകൂടെ റോബോട്ടിക് സ്റ്റൈലാണ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ്സ് ബാഡ്. പക്ഷെ ഒരു ഫ്രഞ്ച് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. കുറച്ചുകൂടെ ടൈം കിട്ടും നമുക്ക് റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, ലോങ് മീറ്റിംഗ്സ്. പിന്നെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ഭയങ്കര മാൻഡേറ്ററി ലഞ്ച് ബ്രേക്ക് ആണ്. 12:30 തൊട്ട് 2 വരെ നമ്മുടെ പിയേഴ്സിന്റെ കൂടെ സംസാരിച്ച് ഒരു ലാബിലുള്ള ലാബ് ഗ്രൂപ്പ് മൊത്തം സംസാരിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കൈൻഡ് ഓഫ് റൂളാണ്. കാര്യം അപ്പൊ അവര് തമ്മിൽ അപ്പൊ കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒന്ന് ആൾക്കാർ റിലാക്സ്ഡ് ആവും. വീക്കെൻഡ് വർക്കിന് വരരുത് എന്നുള്ള വീക്കെൻഡ് വർക്കിന് വന്നാൽ ദർ ഇസ് സംതിങ് റോങ് എന്നുള്ളൊരു സംഭവമാണ് ഫ്രാൻസിലൊക്കെ. എന്തിനാ വരുന്നത്? അപ്പൊ നീ മൺഡേ തൊട്ട് അത്ര ഓർഗനൈസ് ചെയ്തില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. കുറച്ച് ജപ്പാനിൽ വീക്കെൻഡ് വർക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ വന്നിട്ടില്ലെങ്കിൽ മടിയന്മാരാണ്. അങ്ങനെ അവര് പക്ഷെ ഓവർ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യും ജപ്പാൻ. ഇവിടെ ഓവർ വർക്ക് കാണുന്നത് സംതിങ് ഇസ് റോങ്, യു ആർ നോട്ട് ടേക്കിംഗ് യുവർ ഹോളിഡേയ്സ് എന്നുള്ളൊരു. ഇതാണ് പ്രധാനമായിട്ട് തോന്നിയ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഈ ജപ്പാനിലെ വർക്ക് കൾച്ചർ അനുസരിച്ച് നമ്മൾ ബേൺ ഔട്ട് ഒക്കെ ആയി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലേ? നമ്മൾ വർക്ക് ചെയ്ത് ബേൺ ഔട്ട് ആയി പോകാനും ഉള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് അല്ലേ? ബേൺ ഔട്ട് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്.
അത് നേരെ മറിച്ച് അത് പക്ഷേ ബേൺ ഔട്ട് ആയി പോകാനുള്ള സാധ്യത എല്ലായിടത്തും ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. യു ഹാവ് ടു, ഇപ്പൊ അതിപ്പോ ഫ്രാൻസിലും അല്ലെങ്കിൽ എവിടെ ഒരുപാട് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ടുള്ള ലാബ് ആണെങ്കിൽ കൂടി അവിടെ ബേൺ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഡിപ്പെൻസ് ഓൺ, അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടേക്കാണ്. അവിടെ നമ്മുടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, ലാബിന് പുറത്തുള്ള ഒരു ലൈഫ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യണം, എന്നിട്ട് നല്ലൊരു ഇമോഷണൽ മൂഡ് ഉണ്ടാക്കണം. അത് നമ്മുടെ ജഡ്ജ്മെന്റിനെയും എക്സ്പെരിമെന്റിനെയും ഒക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഉണ്ടാക്കാൻ നമ്മൾ ഫെയിലായി പോയാൽ, ലാബിന് പുറത്തൊരു ലൈഫ് ഇല്ലാണ്ടായി പോയാൽ നാച്ചുറലി ബേൺ ഔട്ടിനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊരു റിസർച്ചിന്റെ ഒരു പാർട്ടാണ് അല്ലേ? അതായത് റിസർച്ചിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ അപ്സ് ആൻഡ് ഡൗൺസിന്റെ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ വർക്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ റിസർച്ചിന്റെ ഒരു പാർട്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ലോ പാർട്ട് എന്തായാലും ഉണ്ടാവും. ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഓക്കെ ഇനി അടുത്തത് ചെയ്യണം, ഒരു റോഡ് ബ്ലോക്ക് നമ്മൾ കണ്ടു, അപ്പൊ ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പിൽ മുന്നോട്ട് പോയാലേ റിസർച്ച് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അതിലെങ്ങനെയാണ് ഖാനിംക മോട്ടിവേറ്റഡ് ആയിട്ട് ആ ഒരു പെർസീവ് ചെയ്യാൻ എങ്ങനെയാ പറ്റുന്നത്? എന്ത് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത്? അതെ, അവിടെയൊക്കെയാണ് നമ്മുടെ ലൈഫ് ഔട്ട്സൈഡ് ലാബ് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ലൈഫ് ഔട്ട്സൈഡ് ലാബ്, യു വിൽ ഹാവ് ഫ്രണ്ട്സ്, യു വിൽ ഹാവ് ഫാമിലി ടു ടോക്ക് to listen to you, and you will also listen to their stories, which will be entirely different. നമ്മളിവിടെ റിസർച്ച് ലൈഫിലുള്ള നമ്മുടെ പ്രോബ്ലംസ് കേൾക്കുമ്പോൾ അവരിപ്പോ ലോ ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പ്രോബ്ലംസ് വേറെ രീതിയിലുള്ള പൊളിറ്റിക്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുക. പിന്നെ കാര്യങ്ങൾ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ടേക്ക് ഹെൽപ്പ്, തെറാപ്പിക്ക് പോവാ. ഇവിടെ ഭയങ്കര താപമാണ്, തെറാപ്പിക്ക് പോവാ, ടേക്ക് ദ ഹെൽപ്പ് യു നീഡ്, ഓപ്പൺ അപ്പ്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ് യുവർ പ്രോബ്ലംസ്. ഇപ്പം ഖാനിംഖാന്റെ ഈ ഒരു സംഭാഷണം കേട്ട് നിൽക്കുന്ന പല കുട്ടികൾക്കും ഇതിനോട് ഫാസിനേറ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇപ്പം നമ്മള് റിസർച്ച് എന്താന്നുള്ളത് പറഞ്ഞു, അതേപോലെ റിസർച്ചിനെ കൊണ്ട് ഡയറക്ട്ലി നമ്മുടെ സൊസൈറ്റിയിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആസ്പെക്റ്റിലും കുറെ ആൾക്കാർ ഫാസിനേറ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ റിസർച്ച് ഒരു കരിയർ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ആസ്പയറിംഗ് സ്റ്റുഡൻസ്, അതായത് അപ്കമിങ് സയന്റിസ്റ്റുകളോട് എന്ത് അഡ്വൈസ് ആണ് ഈ ഒരു വഴിയിലൂടെ നടന്നു വന്ന ആള് എന്നുള്ള രീതിയിൽ ഖാനിംകയ്ക്ക് പറയാനുള്ളത്? നടന്നുകൊണ്ടിരിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ ഐ ബിലീവ് ഇതൊരു മാരത്തോൺ ആണ്. ഇതൊരു സ്പ്രിന്റ് അല്ല, ഇതൊരു 100 മീറ്റർ റേസോ 200 മീറ്റർ റേസോ അല്ല. ഇതൊരു മാരത്തോൺ ആണ്, ഇതൊരു ലോങ് ടേം കാര്യമാണ്. അതിനൊരു റെസിലിയൻസും ആണ്. ഒരു ഇമ്മീഡിയറ്റ് ഫെയിമോ ഇമ്മീഡിയറ്റ് മണിയോ ആണ് നമ്മുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ ഡോണ്ട് കം ടു റിസർച്ച്. You will be, unless something miraculous happen and you are not doing anything for it, that's not going to happen. But it's like what you നമ്മൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് ബാക്കി വെക്കാൻ പറ്റും. ആ ഒരു മോട്ടിവേഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു. then you will find your own way. എല്ലാവർക്കും their own സക്സസ് മന്ത്രം ഉണ്ടാവും. അല്ലെ, ഇപ്പൊ എന്റെ ജേണി ആയിരിക്കില്ല ചിലപ്പോൾ അമിത്തിന്റെ ജേണി, ആ ജേണി ആയിരിക്കില്ല കാണുന്നത്. അപ്പൊ ഖാനിംക പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സയൻസിനോട് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇപ്പോഴും PhD കഴിഞ്ഞിട്ടും പോസ്റ്റ് ഡോക്കിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒബിയസ്ലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ, അല്ലെ? അപ്പൊ ഈ ഒരു വർക്കില് പാഷനേറ്റ് ആയി നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അതായത് PhD ചെയ്യുന്നുണ്ട്, അതിനുശേഷം വീണ്ടും പോസ്റ്റ് ഡോക്കിലേക്ക് വന്നു, എന്ത് ഒരു സിംഗിൾ തിങ് ആ ഹോൾഡ് ചെയ്യുന്ന എന്താണ് ഈ ഒരു റിസർച്ചിലേക്ക് ഖാനിംകനെ പാഷനേറ്റ് ആയിട്ട് നിലനിർത്തുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് എന്ന് പറഞ്ഞാൽ വേറെ ആരും ലോകത്ത് ഇതുവരെ കാണാത്തൊരു പുതിയ കാര്യം നമ്മൾ ആദ്യമായിട്ട് കാണാണ് മൈക്രോസ്കോപ്പിന്റെ താഴെ. അത് ഒരു പ്രത്യേക ഹൈയാണ്. വേറെ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു പ്രത്യേക സ്റ്റേജിലുള്ള സെൽ ഡിവിഷനോ അതൊക്കെ നമ്മളെ വിഷ്വലി അത് കാണുമ്പോൾ നമ്മളെ അത് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. ഒരു സാറ്റിസ്ഫാക്ഷൻ വരും നമുക്ക്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം ഇൻസ്പൈറ്റ് ഓഫ് ആൾ ദിസ് അപ്സ് ആൻഡ് ഡൗൺസ് ദാറ്റ് ഹെൽപ്സ് മീ കീപ് ഗോയിങ്. പിന്നെ സെക്കൻഡ് പോയിന്റ് സ്ട്രോങ്ലി പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയും സയൻസും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ആൻഡ് നല്ലൊരു സ്ട്രോങ് രീതിയിലൊരു സയൻസ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഇഫ് വി ക്യാൻ ഡു സംതിങ് സോ ദാറ്റ് ദ ജീൻ തെറാപ്പി കോസ്റ്റ് ഗോ ഡൗൺ, അതൊക്കെ നമ്മുടെ ഡ്രീംസ് ആണ്. ഇത്രയും എന്തെങ്കിലും ഒരു നമ്മുടെ ചെറിയൊരു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയണത് കേട്ടിട്ട് വേറെ ഒരുത്തൻ വേറെ നല്ല ഒരു
ഫൈൻഡിങ് ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ട് അവനായിരിക്കും ചിലപ്പോൾ ജീൻ തെറാപ്പിന്റെ കോസ്റ്റ് കൊണ്ടുവരുന്നത്, കുറച്ച് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഡിസ്കഷൻസും ഇതേപോലുള്ള സയൻസ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അതൊക്കെ കൂടിയാണ് എൻ്റെ ഒരു ഡ്രൈവ്, ഒരു മോട്ടിവേഷൻ. ഖാനിം ഖാന്റെ ഈ ഒരു ജേണിയില് എപ്പോഴെങ്കിലും ഒരു 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 പ്രത്യേക ഡിസ്കവറി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ, നമ്മൾ പറയില്ല ഒരു യുറേക്ക മൊമെന്റ്, ആഹാ ഐ ഗോട്ട് ഇറ്റ്, അങ്ങനത്തെ ഒരു മൊമെന്റ് ഈ ഒരു റിസർച്ച് ജേണിയിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ, ജപ്പാനിന്ന് അവരൊരു 5-6 വർഷം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ നോളജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ കാര്യം അവർക്ക് കിട്ടുന്നില്ല. ലൈക്ക് ഇത്രയും കാര്യം അവർക്കറിയാം, ഇത്രയും കാര്യം അവർക്കറിയാം, പക്ഷെ ഇത് കാരണം എങ്ങനെ ഇത് വരുന്നു എന്നുള്ള അറിയില്ല. 5 വർഷമായിട്ട് അവർക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാനത് വെറുതെ 2-3 എക്സ്പെരിമെന്റ് എന്റെ ഒരു ഐഡിയ വെച്ച് ചെയ്ത്, അത് മൈക്രോസ്കോപ്പിനകത്ത് അതിനൊരു ആൻസർ കിട്ടിയപ്പോ ഒരു ഭയങ്കര ഇതായിരുന്നു. അത് കണ്ടിട്ട് ഇറ്റ് മസ്റ്റ് ബി ലക്ക് എന്നുള്ളൊരു ഇതില് ഞാൻ സാറിന്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെയാണ്. അതിനുശേഷമാണ് സാറ് അത് അപ്പൊ തന്നെ കമ്പൈൽ ചെയ്ത് നമ്മളെ ഇതാക്കി ഒരു പേപ്പറൊക്കെ ആക്കി അതിന്റെ ഇതില് ഇത് എക്സ്പെർട്ടൈസ് ട്രിവാൻഡ്രത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് കൊളാബറേഷന് വിടുന്നതും ഒക്കെ അതൊരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ജീനോമിക്സിനെ കുറിച്ചും മോളിക്കുലർ ബയോളജിനെ കുറിച്ച് നമ്മളെ ഈ ഡിസ്കഷനിൽ വന്നു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീനോമിക്സിൽ ഒരുപാട് ഫ്യൂച്ചറിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് ഇപ്പോഴും ബഡ്ഡിങ് സ്റ്റേജിലാണ് പല ജീൻ തെറാപ്പി പോലെയുള്ള പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസും എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം. അപ്പൊ ഇനി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു 10 വർഷത്തിന് അപ്പുറം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ, ജീനോമിക്സിന്റെ ഒക്കെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് ഇതിലേക്ക് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്? കുറെ ആൾക്കാർ ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ, കുറെ ആൾക്കാര് ഇപ്പൊ ഇന്ത്യൻസ് ഒന്നും ആക്ച്വലി കുറെ പേര് റിസർച്ചിനെ കുറിച്ച് കുറെ പേരൊക്കെ വരുന്നുണ്ടെങ്കിലും കുറെ പേര് ഇപ്പോഴും വരുന്നില്ല, കുറെ പേര് അറിയുന്നില്ല. കുറെ ടാലൻസ് നമുക്ക് മിസ്സായി പോകുന്നുണ്ട്. കുറെ ടാലൻസ് താല്പര്യമില്ലാത്ത ഫീൽഡുകളിൽ ബിക്കോസ് ഓഫ് സോഷ്യോ എക്കണോമിക് പ്രഷർ പോകുന്നുണ്ട്. അങ്ങനെ കുറെ ടാലൻസുകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ജീനോമിക്സിന്റെ സ്പേസിൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെയിം വരും, ഉറപ്പായിട്ടും വരും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗോയിങ് ഔട്ട് സൈഡ് ആൻഡ് ഐ എം ദ റോങ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പുറത്താണ് എപ്പോഴും. നമ്മൾ തന്നെ കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇതിന്റെ ഒരു സ്പേസ് കുറച്ച് മാറ്റാൻ പറ്റും. പിന്നെ ഈ ടെക്നോളജീസിന്റെ ഒക്കെ ജീനോമിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെസിലിറ്റീസിന്റെ ഒക്കെ പ്രൈസിങ് ഉറപ്പായിട്ടും കുറയും. ഈ 18 കോടിന്റെ ഒക്കെ തെറാപ്പികള് ഒക്കെ കുറഞ്ഞ് ഇമ്രാൻമാര് രക്ഷപ്പെടും അല്ലേ? അപ്പൊ കുറെ ഇമ്രാൻമാര് കുറഞ്ഞ പ്രൈസില് രക്ഷപ്പെടാൻ പറ്റും. അപ്പം നമ്മളുടെ ഈ ഒരു സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ, അതായത് സയൻസിൽ ഒരു കരിയർ ഒക്കെ ബിൽഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കുട്ടികളുണ്ടാവും. മിക്കവാറും നമ്മളുടെ ഈ സംഭാഷണം ആ കുട്ടികളുടെ പാരന്റ്സും കാണുന്നുണ്ടാവും. അപ്പം പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ മെയിൻ സ്ട്രീം ആയിട്ടുള്ള 2 ഫീൽഡ് എന്ന് പറയുന്നത് മെഡിസിനും അതുപോലെ നമുക്കറിയാം എഞ്ചിനീയറിംഗും ആണ്. അത്രത്തോളം ഒന്നും എന്തായാലും പോപ്പുലർ ആയിട്ടില്ല സയൻസോ റിസർച്ചോ. പക്ഷെ ഒരു കുട്ടിക്ക് താല്പര്യമുണ്ട്, ആ കുട്ടി താല്പര്യമുണ്ട് എന്നുള്ളത് പാരന്റ്സിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പാരന്റ്സ് ഈ മെയിൻ സ്ട്രീമിൽ അല്ലാത്തതുകൊണ്ട്, അതായത് എഞ്ചിനീയറിംഗോ മെഡിസിനിലോ ഒന്നും അല്ലല്ലോ കുട്ടി പോകണമെന്ന് പറയുന്നത്. അപ്പൊ മെയിൻ സ്ട്രീമിലേക്ക് അല്ല. ഇപ്പൊ എനിക്ക് തന്നെ പറഞ്ഞു വലിയൊരു പ്രോസസ്സാണ്, മാരത്തോൺ ആണെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു കുട്ടീനെ ഈ ഒരു കരിയറിലേക്ക് വിടണോ എന്ന് അൺഷുവർ ആയിട്ടിരിക്കുന്ന പാരന്റ്സിനോട് എന്താണ് ഖാനിംകയ്ക്ക് ഇതിലൂടെ നടന്നു വന്ന ഒരാള് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ഒരിക്കലും ആ കുട്ടി സ്വന്തമായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ആ കുട്ടി പറയുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ആ വഴിക്ക് വിടുന്നോണ്ട് ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഒരാൾ വളരെ സിൻസിയർ ആയിട്ട് എനിക്ക് ഈ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാല് ആ കുട്ടീനെ ആ ഫീൽഡിൽ വിട്ടാലേ ആ കുട്ടി അതിന്റെ ഷൈൻ ചെയ്യുള്ളൂ. അവൻ ഹാപ്പി ആവുക, അവന്റെ സക്സസ് അവൻ മെല്ലെ മെല്ലെ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അവന്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക ചിലപ്പോ അവന് ഇഷ്ടമുള്ള ഫീൽഡിലായിരിക്കും. അവൻ വേറെ ഫീൽഡിൽ അവനെ നിർബന്ധിച്ചുകൊണ്ട് അവൻ പോവായിരിക്കും. പക്ഷെ അവന്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് പലപ്പോഴും, അതായത് നമ്മളുടെ പാരന്റ്സും അൺഷുവർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് മെഡിസിനും എഞ്ചിനീയറിംഗും പോലെ അത്ര പോപ്പുലർ അല്ല സയൻസ് റിസർച്ച് എന്നുള്ളതുകൊണ്ടാണ്. സോഫാർ പോപ്പുലർ അല്ല. അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഒരു അൺഷുവർ ഫീലിംഗ് വരുന്നത്. ആ പാരന്റ്സിനോട് എന്താണ് ഖാനിംകയ്ക്ക് പറയാനുള്ളത്? പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി പോപ്പുലർ ടു ദാറ്റ് പാരന്റ്. ആ പാരന്റിന് അത് അറിയില്ലായിരിക്കും. ആ പാരന്റിന് പുള്ളി കാണുന്ന പത്രവും
പത്രമാധ്യമങ്ങൾ ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന പേജസ് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ വെച്ചിട്ട് പുള്ളിക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവില്ല. വൺസ് ഈ കുട്ടിക്ക് താല്പര്യത്തോടെ ഈ കുട്ടി ഫീൽഡിലോട്ട് കയറുമ്പോൾ കുട്ടിക്ക് കുറെ ഇൻഫർമേഷൻസും കണക്ഷൻസും കിട്ടുന്ന പോലെ തന്നെ കുട്ടി സ്ട്രോങ് ആയിട്ട് പാരന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാരന്റിന് മനസ്സിലാവും ഈ ഫീൽഡിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഈ ഫീൽഡിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും. ഓക്കെ, അപ്പം ഹാനിം ഖാന്റെ തുടക്കം എന്ന് പറയുന്നത് ഐസറിൽ നിന്ന് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഹാനിം ഖാന്റെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും അതിലൊരു പ്രൊഫഷണൽ ലൈഫിന്റെ എസ്പെഷ്യലി ആ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് എത്രത്തോളം ഐസർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബഡ്ഡിങ് സയന്റിസ്റ്റിനെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം അടിപൊളിയാണ് ഐസർ എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഐസർ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുമാരാണ് ഐസറിൽ പ്രൊഫസേഴ്സ് ആയിട്ട് വരുന്നത്. വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ഇതേപോലെ റിസർച്ചിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള റിസർച്ചേഴ്സ് ആണ് പ്രൊഫസേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർ റിസർച്ചും ടീച്ചിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരായതുകൊണ്ട് വെറുതെ ക്ലാസ് എടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് മാർക്ക് മേടിക്കാനുള്ളതിലുപരി ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ മൊത്തത്തിൽ നമ്മളെ എക്സ്പാൻഡ് ചെയ്യിക്കുക എന്നുള്ള ഭയങ്കര ഒരു സ്ട്രോങ് പോയിന്റ് ആണ് ഐസറിലെ പ്രൊഫസേഴ്സിന്റെ. അത് ഭയങ്കരമായിട്ട് എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യൂ കാരണം തന്നെ എന്നെ പ്രൊഫഷണൽ ഏരിയാസിലും അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓൺ ഹൗ ടു മൂവ് ഫോർവേഡ് വിത്ത് ദ റിസർച്ച് ഇൻ ജനറൽ. ആൻഡ് ഈ പറഞ്ഞ പോലെ കൊളാബറേഷനിലും നെറ്റ്വർക്കിങ്ങിലും കമ്മ്യൂണിക്കേഷനിലും നമ്മളൊരു ഡാറ്റ അനലൈസ് ചെയ്യുന്നത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും അതിൻ്റെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ആ ഒരു ഐസറിൽ ആ ഒരു റിസർച്ച് ഓറിയന്റഡ് ടീച്ചിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐസർ കുറച്ചുകൂടെ ഇന്റർനാഷണൽ ആണ്, ഒരുപാട് പുറത്തുനിന്ന് പ്രൊഫസേഴ്സ് വരുന്നുണ്ട്, റിസർച്ച് സയന്റിസ്റ്റുമാർ വരുന്നുണ്ട്, അവർ ടോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള കൾച്ചറും നമ്മൾ കുറേയൊക്കെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അറിയാണ്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം, പോണ്ടേ, പുറത്ത് പോണ്ടേ, ഇവിടെ തന്നെ നിൽക്കണോ, പുറത്ത് പോയിട്ട് എത്ര നാള് നിന്നവര് എവിടെയൊക്കെ എത്തി. അപ്പൊ കുറെ ആൾക്കാരുടെ ട്രാക്ക് റെക്കോർഡ് ഇങ്ങനെ നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും ലൈഫിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ. അപ്പൊ നമ്മുടെ കോൺവെർസേഷന്റെ അവസാന ഭാഗമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ കോൺവെർസേഷൻ മിക്കവാറും കണ്ടിരിക്കുക ഐസർ ആസ്പിറൻസ് ആയിരിക്കും, ഐസറിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും അതേപോലെ ഐസറിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് ആസ്പിറൻസും ഉണ്ടായിരിക്കും. അവരോടൊരു ഫൈനൽ തോട്ട് എന്നുള്ള രീതിയിൽ എന്ത് മെസ്സേജ് ആണ് ഓഡിയൻസിനോട് പറയുന്നത്? ഒരു ഫൈനൽ ടേക്ക് ഹോം മെസ്സേജ് പറയാനാണെങ്കിൽ എനിക്ക് പറയേണ്ട എന്താ വെച്ചാൽ ഡിസിപ്ലിൻ, നല്ലൊരു പേഴ്സണൽ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുക ലൈഫിൽ. അപ്പൊ ആ ഡിസിപ്ലിനിൽ ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങളുടെ റീഡിങ്ങിന് നിങ്ങൾ സമയം കാണുക, നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന എനർജി പോസിറ്റീവ് ആവുക. നിങ്ങൾക്ക് റിസർച്ചിന് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ആൾക്കാരോട് മാത്രം സംസാരിക്കുക. ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കോൺസെപ്റ്റ് നോക്കി ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക. അത് വളരെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ +1 +2 ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഭയങ്കരമായിട്ട് ക്ലിയർ ആക്കുക. അപ്പൊ ക്ലിയർ ആവുന്നത് പിന്നെ മൊത്തത്തിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ +1 പഠിച്ച ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പറയാം. ബേസ് സ്ട്രോങ് ആയിരിക്കാൻ +1 +2 ഫുൾ ഡിസിപ്ലിനിൽ പഠിക്കണം. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിച്ച ഫുൾ ടൈം പഠിക്കാനുള്ളതല്ല, അത് നിങ്ങൾ അതിന്റെ ടൈം ഡിവൈഡ് ചെയ്ത് നെവർ ഗിവ് അപ്പ് എന്നുള്ളൊരു ടേക്ക് ഹോം മെസ്സേജേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ ഐസർ ആസ്പിറൻസിനോടും റിസർച്ചിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആളുകളോടും അതേപോലെ തന്നെ ഐസർ ആസ്പിറൻസിന്റെ ഒക്കെ പാരന്റ്സിനും ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള ഇൻസൈറ്റുകൾ കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയധികം സമയം എടുത്ത് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ യുവർ വാല്യൂബിൾ ടൈം ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ്.